കേരളത്തിലെ ഏറ്റവും മനോഹരവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ കണ്ടൽക്കാടുകളിലൊന്നാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലേത്. റിസർവിലെ 153ഓളം ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽക്കാടുകൾ ഈ നാടിന്റെ ജീവന്റെ തുടിപ്പായി പടർന്നു പന്തലിച്ചതിനു പിന്നിൽ വനം വകുപ്പിന്റെ ഊർജിതമായ പ്രവർത്തനമുണ്ട്. അതിന് വിത്തുപാകിയവരിൽ ഒരാളാണ് വനം വകുപ്പിൽ ഗാർഡായിരുന്ന കോട്ടയിൽ അയ്യപ്പൻ. കാടായി കണ്ട് വെട്ടിത്തെളിക്കപ്പെട്ട കണ്ടൽക്കാടുകളെ പരിസ്ഥിതിയുടെ കാവലാളായി നട്ടുവളർത്താനുള്ള ദൗത്യം അയ്യപ്പനും സംഘവും ഏറ്റെടുക്കുകയായിരുന്നു. കണ്ണൂരിൽ നിന്നെത്തിച്ച നട്ട പ്രാന്തൻ കണ്ടലാണ് ഇന്ന് കടലുണ്ടിയുടെ ഏറ്റവും മനോഹരമായവ. ഈ കണ്ടൽ ഈ റെയിൽവേ പാലത്തിൻ്റെ പടിഞ്ഞാറാഭാഗത്താണ് ആദ്യം തന്നെ നട്ടത്. 2-3 പ്രാവശ്യം നട്ടിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പാലത്തിൻ്റെ കിഴക്ക് വശത്ത് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ കാണുന്ന കണ്ടലൊക്കെ പ്ലാന്റ് ചെയ്ത്. അത് ഇവിടെ ഇല്ലാത്ത സാധനമാണ്, കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്തതാണ്. 1997 ഈ കണ്ടൽ ആദ്യമായിട്ട് പ്ലാന്റ് ചെയ്യുന്നത്. കുറ്റിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, വലിയ ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി, പൂക്കണ്ടൽ എന്നിവയാണ് കടലുണ്ടി റിസർവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇവ കാണാനും പഠിക്കാനും വിനോദസഞ്ചാരികളും ഗവേഷണ വിദ്യാർത്ഥികളും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ അവരുടെ PhD വർക്ക് അതുപോലെയുള്ള MPhil ഒക്കെ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റെഡി ടു റെഫറൻസ് ആണ് ശരിക്കും കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. പുഴയും കടലും ചേരുന്ന ഭാഗത്തെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഈ കണ്ടൽക്കാടുകൾ തീരദേശത്തെ മണ്ണൊലിപ്പിൽ നിന്നും കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇവിടെ എത്തുന്ന 100-ലധികം ഇനം ദേശാടന പക്ഷികൾക്ക് കൂടുകൂട്ടാനും വിശ്രമിക്കാനും ഈ കാടുകൾ സുരക്ഷിതമായ ഒരിടമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പച്ചപ്പിന്റെ കഥ ലോക പ്രശസ്തമാണ്. കണ്ടൽക്കാടുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് വെച്ചുപിടിപ്പിച്ചതിനു പിന്നിൽ അയ്യപ്പൻ ചേട്ടനെ പോലെ നിരവധി പേരുടെ ഭഗീരഥ പ്രയത്നം തന്നെയുണ്ട്. വരും തലമുറ ഇത് കാത്ത് സംരക്ഷിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.